നമസ്കാരം. മത അടിമകളോടാണ്. എറണാകുളം ലിസി ആശുപത്രിയിൽ അജ്മൽ എന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം അമൽ എന്ന 25കാരന്റെ ഹൃദയം തുടിക്കുന്നതിലൂടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. അറിഞ്ഞിട്ടുണ്ടോ? ഓ, നമ്മൾ എന്തിനിതൊക്കെ അറിയണം? ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. കാര്യം മതം വിറ്റ് ജീവിക്കുന്നവരും മതം കയറി കണ്ണടഞ്ഞു പോയവർക്കും മനുഷ്യപ്പറ്റോ അല്ലെങ്കിൽ മനുഷ്യരെന്ന കുലത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റണമെങ്കിൽ ഈ സന്ദർഭത്തിൽ ഈ കാഴ്ചയെങ്കിലും കണ്ടിട്ട് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം കാഴ്ചകളെങ്കിലും മത അന്ധകാരത്തിൽ നിന്ന് കുറച്ച് വെളിച്ചം വീശി മനുഷ്യനാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കയറി പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഈ നാട് ഇവിടത്തെ മത അടിമകൾക്ക് മുന്നിൽ വെച്ച മറ്റൊരു ഉദാഹരണം കൂടിയാണ്. അമൽ എന്ന മലയങ്കീഴുള്ള ഒരു ചെറുപ്പക്കാരൻ 3 ദിവസം മുന്നെയാണ് തലസ്ഥാനത്തൊരു വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം കിംസ് ആശുപത്രിയിൽ വെച്ച് സംഭവിക്കുന്നത്. ആ ചെറുപ്പക്കാരനെയാണ് ഇന്നിപ്പോ മസ്തിഷ്ക മരണത്തെ തുടർന്ന് ആ ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയമാണ് അല്ലെങ്കിൽ മറ്റ് അവയവങ്ങളാണ് ഈ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന മറ്റു മനുഷ്യർക്ക് പുതുജീവനായി മാറിയത്. ഒരു കാര്യം ആലോചിക്കുക, മത അടിമകളായിട്ടുള്ള എത്ര മനുഷ്യർ ഇങ്ങനെ ഒരു മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മതപ്രകാരമല്ലാതെ തയ്യാറാകുമെന്ന് ആലോചിക്കുന്നിടത്താണ് അജ്മലിനെ പോലുള്ളവർക്ക് ജീവൻ നൽകാൻ മതത്തിനപ്പുറത്തേക്ക് പുരോഗമന ചിന്തയിൽ അവസരം ഉണ്ടാകുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു വകതിരിവെങ്കിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാര്യം മരിച്ചുടനെ സ്വർഗത്തിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള ചിട്ടാവട്ടങ്ങളാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അത് മസ്തിഷ്ക മരണം സംഭവിച്ചാലും മറ്റൊരുത്തൻ ഇവിടെ ജീവിക്കുമെങ്കിൽ എന്റെ ശരീരം സ്വർഗത്തിൽ എത്തില്ല എന്ന് വിചാരിക്കുന്ന വിവരക്കേടുകളുമുണ്ടല്ലോ. അവിടെയാണ് അമലിന്റെ അച്ഛനെയും അമ്മയും ഹൃദയത്തിൽ ചേർത്ത് നിർത്തി അഭിനന്ദിക്കുന്നത്. ആ ഒരു 25 വയസ്സുള്ള മകൻ നഷ്ടപ്പെടുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന വിഷമം അതിന്റെ തീവ്ര എത്രത്തോളം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാര്യം ഒരു രക്ഷിതാവാണെങ്കിൽ 25 വയസ്സുവരെ വളർത്തിയ ഒരു മകനെ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദനയും ഒരുപക്ഷെ മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് അറിയുമ്പോൾ അവന്റെ അവയവങ്ങൾ മുറിച്ചെടുക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അതുപോലും ചിലപ്പോൾ സഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്ത മാതാപിതാക്കളുള്ള ഒരു നാടാണ്. അവിടെയാണ് ആ അച്ഛനും അമ്മയും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മറ്റു ചില മനുഷ്യരിലൂടെ എന്റെ മകൻ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് മനുഷ്യത്വം. അവിടെ മതത്തിന് ഒരു റോളും ഇല്ല, ദൈവങ്ങൾക്കും ഒരു റോളും ഇല്ല. ഇനി ഇതും ദൈവത്തിന്റെ കൂട്ടിക്കൊണ്ടുവന്ന് കെട്ടാനോ ദൈവത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടാനോ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. എന്തിനേയും ഏതിനേയും ദൈവത്തിന്റെ തൊഴുത്തിൽ കെട്ടിയാണല്ലോ അവർ ബ്രാൻഡ് ചെയ്തെടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് മനുഷ്യരുടെ ഈ വിശാല ചിന്തയോ അല്ലെങ്കിൽ സ്വന്തം മകൻ നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ അതൊരു ഇതര മതസ്ഥനായിട്ടുള്ള വ്യക്തിക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയുമ്പോൾ അത് വേണ്ടെന്നല്ല, അവൻ ഈ ഭൂമിയിൽ ജീവിക്കട്ടെ, അതിന് എന്റെ മകൻ ഒരു കാരണക്കാരനാകട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് മനുഷ്യത്വം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇത് ഒരിക്കലും മത അടിമകൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഫീലിങ്സ് അല്ല. കാര്യം അവരെ സംബന്ധിക്കുന്നിടത്തോളം മതത്തിലൂടെ സ്വർഗത്തിലെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണല്ലോ ഏത് മതക്കാരായിരുന്നാലും. അവിടങ്ങളിൽ എന്റെ മകൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഈ അവയവങ്ങൾക്കൊന്നും യാതൊരു റോളുമില്ല എന്നും അത് ഈ നാട്ടിലെ മനുഷ്യർക്ക് ജീവിക്കാൻ ഗുണകരമാകുമെങ്കിൽ അത് ഉതകുന്നവർക്ക് നൽകാനുള്ള മനസ്ഥിതി, അതും ഈ തകർന്ന മനസ്സുമായി നിൽക്കുന്ന സന്ദർഭത്തിൽ, ഈ ദുഃഖഭാരത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ എടുക്കുന്ന തീരുമാനമാണ് ഏറ്റവും വിലമതിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും അമലിന് മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം 2 കിഡ്നിയും പാൻക്രിയാസും കരളും കിഡ്നിയും ഉൾപ്പെടുന്ന എല്ലാം 6ഓളം പേർക്ക് പുതുജീവിതമായി മാറുകയാണ്. ഒരു ദൈവങ്ങളും സഹായിക്കാതെ ജീവൻ പിടിച്ചു നിർത്താൻ ഈ നാട്ടിലെ ആരോഗ്യ മേഖലയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒരു മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. ഒരു മസ്തിഷ്ക മരണം ദൈവം ഒരാളെ ഇല്ലാതാക്കിയിട്ട് മറ്റൊരാൾക്ക് ജീവൻ കൊടുക്കുന്നതല്ലല്ലോ. ഒരാൾക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു പോകുമ്പോൾ അവരുടെ വീട്ടുകാരെ അതിനെ സംബന്ധിച്ച് പറഞ്ഞു മനസ്സിലാക്കി ഈ ഒരു അവസ്ഥയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകണമെന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നിടത്ത് മത അടിമ ചിന്തകൾ എത്രമാത്രം ഈ സമൂഹത്തിന് ഗുണകരമാകുന്നുണ്ട് എന്ന് ചിന്തിക്കാവുന്നതാണ്. മതം ഒരു വലിയ സംഭവമായി ഉയർത്തിക്കാട്ടി അത് മാത്രമാണ് സകലതും, അതുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സകലതും നിലനിൽക്കൂ എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് ഇതൊന്നും ഒരു കാലത്തും മതം കൊണ്ട് യാഥാർത്ഥ്യമായതല്ല എന്ന് തിരിച്ചറിയാനെങ്കിലും അവസരം ഉണ്ടാകട്ടെ. ഉണ്ടാകുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. പിന്നെ കുറച്ച് മനുഷ്യരായിട്ടുള്ളവർ, കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിച്ച് ചിന്തിക്കാൻ ശേഷിയുള്ളവർ, അവരെങ്കിലും ആലോചിക്കുക. മതം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സൈഡിലുള്ള ഒരു സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന് വേണ്ടിയുള്ള എലമെന്റ് എന്നതിനപ്പുറം ആ ഒരു സംഭവമൊക്കെ തലയ്ക്ക് കയറി പിടിച്ചാൽ പിന്നെ തീവ്ര നിലപാടുകളായി. ഒരേ കുലത്തിൽ പിറന്നവരാണ് മറ്റുള്ളവരും. അവരെ ഈ സമൂഹത്തിന്റെ മുന്നേ നടന്ന ആരൊക്കെയോ ചേർന്ന് പല കണികകളാക്കി, പല തട്ടുകളാക്കി. ആ തട്ടുകളിലെ പരസ്പരം മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന മതങ്ങൾ ഒരിക്കലും വിചാരിച്ചാൽ നടത്താവുന്നതല്ല ഇന്ന് കണ്ട ഈ മാനുഷിക മൂല്യമുള്ള പ്രക്രിയ. ഏതെങ്കിലും ഒരുത്തൻ ഒരു രക്തം ആവശ്യമാണെങ്കിൽ അവിടെ മതമല്ല വേണ്ടത്, മനുഷ്യ സ്നേഹമാണ് വേണ്ടത്.
അതൊക്കെ എത്ര പേർ പഠിപ്പിക്കുന്നുണ്ട്? അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരു ശരീരം നാളുകളിൽ വരുന്ന തലമുറയ്ക്ക് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ ധൈര്യമുള്ള എത്ര മതവിശ്വാസികളുണ്ട് എന്ന് ചോദിക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ വിശ്വാസങ്ങൾ റദ്ദാക്കപ്പെടുകയാണ്. എനിക്ക് വേണ്ടി ഞാൻ സ്വർഗത്തിൽ പോകണം എന്ന സ്വാർത്ഥതയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് അമലും അമലിന്റെ കുടുംബവും ഒപ്പം അത് ഏറ്റുവാങ്ങിയവരൊക്കെ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ജീവിക്കുന്ന കാലത്തോളം ഈ ഭൂമിയിൽ ചുരുങ്ങിയ സമയമുള്ളൂ. ആ കാലത്തിനിടയ്ക്ക് ഈ ഒരു ശരീരം കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് സഹായകരമാകുമെന്നുണ്ടെങ്കിൽ അവർ മരണം വരെയും നമ്മളെ ഓർത്തിരിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മതത്തെ ഉയർത്തിപ്പിടിച്ച് അതിന്റെ ചാവേറോ പോരാളിയായിട്ട് ജീവിച്ചാൽ ഒരു കാലത്തും നിങ്ങളെയൊന്നും ഈ നാടോ അല്ലെങ്കിൽ ചരിത്രമോ ഓർക്കാനേ പോകുന്നില്ല. അതുകൊണ്ട് മതം തലയ്ക്ക് പിടിച്ചവർ താഴേക്ക് ഇറക്കി വെച്ചിട്ട് കുറച്ചു കാലമെങ്കിലും മനുഷ്യരായിട്ട് ജീവിക്കാൻ പഠിക്കും. അങ്ങനെ ഒരു ചിന്താഗതികൾ വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലാനും മതത്തിന്റെ പേരിൽ ആട്ടി ഓടിക്കാനും മതത്തിന്റെ പേരിൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടപ്പെടുന്ന മനുഷ്യരെല്ലാം സ്വതന്ത്രരായി പരസ്പരം സാമൂഹിക ജീവികളായി ഇഴചേർന്ന് ജീവിക്കുന്ന ഒരു കാലം നമുക്കിവിടെ സ്വായത്തമാക്കാൻ പറ്റും. ഈ നാട്ടിലെങ്കിലും അത് സംജാതമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് അമലിന്റെ ജീവിതം കടന്നു പോകുമ്പോൾ അത് അജ്മലിന്റെ ജീവിതം പിടിച്ചു നിർത്തുന്ന ഒരു പുതിയ ജീവിതമായി മാറുമ്പോൾ അതൊക്കെയാണ് ഈ നാട്ടിലെ മാനുഷികതയെന്നും അതിലൊന്നും മതത്തിനൊരു റോളില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്ന് മാത്രമേ ഈ സമൂഹത്തോട് വിനയപുരസരം അഭ്യർത്ഥിക്കാനുള്ളൂ.